പ്രായം ജസ്റ്റ് നമ്പർ മാത്രമല്ലേ, സിനിമാ ഡയലോഗ് അല്ല കേട്ടോ. ബിരുദം നേടണമെന്ന ആഗ്രഹത്തിൽ പ്രായമൊന്നും നോക്കാത്ത ഒരാളെ കുറിച്ചാണ്. ഫസ്റ്റ് ക്ലാസ്സോടെ ചരിത്രത്തിൽ ബിരുദം നേടിയ ഒരു 69-കാരിയുണ്ട് അങ്ങ് വടക്ക്. കാസർഗോഡ് വെള്ളിക്കോത്ത് സ്വദേശി കാർത്യായനി അമ്മയാണ് ഇന്നത്തെ താരം. പ്രിയപ്പെട്ടവന്റെ മരണശേഷം ഇനി എന്ത് എന്ന ചിന്തയായിരുന്നു കാർത്യായനി അമ്മയുടെ മനസ്സിൽ മുഴുവൻ. അങ്ങനെയാണ് ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നത്. പഠനം നിർത്തിയിട്ട് 34 വർഷമായെങ്കിലും പുസ്തകങ്ങൾ തുറന്നാൽ കുട്ടികളെ പോലെയാകും. 69-കാരിയുടെ വാക്കുകളിലുണ്ട് കഠിന പ്രയത്നത്തിലൂടെയുള്ള വിജയത്തിന്റെ സന്തോഷം, ഒപ്പം പഠിക്കാനുള്ള വാശിയും. ഞാൻ 15 വയസ്സ് SSLC കഴിഞ്ഞു. പക്ഷെ പിന്നെ കോളേജിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിലെ സാമ്പത്തികമെല്ലാം മോശമായതുകൊണ്ട് അടുത്ത വർഷം കോളേജിൽ ചേരാൻ പറഞ്ഞു. പക്ഷെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു. 72-ൽ കല്യാണം കഴിഞ്ഞ് 73 ഞാൻ പ്രസവിച്ചു. അപ്പോൾ പിന്നെ അമ്മയായത്. പിന്നെ കോളേജിൽ പോക്ക് നിന്നു. പിന്നെ ആ ഒരു കുട്ടികളെ അങ്ങനെയായി തിരക്കിലെന്നായി. വെറും വിജയമല്ല, ചരിത്രത്തിൽ ഫസ്റ്റ് ക്ലാസ് വിജയമാണ്. രാത്രിയിലായിരുന്നു പഠനത്തിന് സമയം കണ്ടെത്തിയത്. ആദ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് പഠനത്തിൽ മുഴുകാൻ കഴിഞ്ഞെന്നും കാർത്യായനി അമ്മ. രാത്രി തന്നെയാണ് ഒരു 10:30 എല്ലാം കഴിയുമ്പോൾ ഒരു 1.5 മണിക്കൂർ വായിക്കും. വീട്ടുകാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണമെന്നുള്ളതാണ്. ഇനിയിപ്പം ഒരു PG എടുക്കണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. നോക്കാം. ഇനി ബിരുദാനന്തര ബിരുദമാണ് ലക്ഷ്യം. വിദ്യാഭ്യാസം നേടാൻ പ്രായം ഒരു തടസ്സമല്ല. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എന്തും സാധിക്കുമെന്ന് കാർത്യായനി അമ്മ പറയുന്നു. നമ്മൾ ഈ വെറുതെ ഇരിക്കുന്നത് ഒരു ശരിയായൊരു ഇതല്ലേ അല്ല. കാരണം നമുക്ക് നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി ഒന്നും ശരിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു സമയം പോലും എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. മനസ്സ് ചെറുപ്പമാണെങ്കിൽ ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങളും പെട്ടെന്ന് നേടിയെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാർത്യായനി അമ്മ. അവരെങ്ങനെ ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങൾക്കും പിന്നാലെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്. അപ്പോൾ പ്രായത്തേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കുക. പ്രായം എത്രയായാലും എന്താ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ലേ അതിൽ പ്രധാനം. അപ്പോൾ അങ്ങനെ ഉഷാറായി ജീവിക്കുക. പ്രായം നിങ്ങൾക്ക് 1 വയസ്സായാലും ഒരു 5 വയസ്സായാലും 10 ആയാലും എന്തിന് 60-ഓ 70-ഓ ആയാലും മുന്നോട്ട് ഇനിയും കിടക്കാണ് ജീവിതം എന്ന് വിചാരിച്ച് അങ്ങ് ജീവിച്ചേക്കണം.